എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചിട്ടുള്ള ഒരു അലുവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മാമ്പഴ ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ദശക്കട്ടി മാംസളമുള്ള മാങ്ങ വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ എടുത്ത 2 മാങ്ങകളാണ് ഇത്. ഇതുപോലെ ഒരു പീസ് ചൈന ഗ്രാസ് എടുക്കുക. ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി ഇതൊന്ന് കഴുകിയതിന് ശേഷം ഇത് മുങ്ങത്തക്ക വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാമ്പഴം ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. മാമ്പഴ ഹൽവയിലിടാനായി ഈ ബദാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നെയ്യിൽ വറുത്തെടുക്കുകയാണ് വേണ്ടത്. പാനിൽ ഒരു 10 മില്ലി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നുറുക്കി വെച്ച ബദാം ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ബദാം ഫ്രൈ ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് ബദാം മാത്രം എടുത്താൽ മതി കേട്ടോ. നെയ്യ് അതിൽ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. അരച്ച മാങ്ങയുടെ പൾപ്പ് നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു പാത്രം കൂടി അരയ്ക്കാനുണ്ട് കേട്ടോ. പകുതി അരിഞ്ഞിട്ടുള്ളൂ. ബാക്കിയും കൂടി അരച്ചതിന് ശേഷം വേണം നമുക്ക് തീ കത്തിക്കാൻ. എല്ലാം കൂടി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് ഈ നെയ്യിൽ കിടന്നൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ. മാമ്പഴം നന്നായി നെയ്യിൽ കിടന്ന് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊരു 350 ഗ്രാം മാമ്പഴത്തിൻ്റെ പൾപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഒരു 150 ഗ്രാം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. മാങ്ങ അങ്ങനെ തന്നെ വേണം അരയ്ക്കാൻ. ഇനി ഈ പഞ്ചസാര ഇട്ട് അലിയുമ്പോഴേക്കും ഇതിൽ വെള്ളം വന്നോളും. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. കാരണം മാങ്ങയ്ക്ക് പുളി മധുരം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൽവയ്ക്ക് ഒരു നുള്ളുപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 25 മില്ലി നെയ്യാണ് ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മറ്റ് ഹൽവകളെ പോലെ ഒരുപാട് നെയ്യും വേണ്ട നമ്മുടെ മാംഗോ ഹൽവയ്ക്ക്. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വറ്റി തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ആദ്യം നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതും ചെറിയ തീയിൽ നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ചൈന ഗ്രാസ് നന്നായി കുതിർന്നു കഴിഞ്ഞു. എന്നാലും നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് വേണം ഈ ഹൽവയിലേക്ക് ഒഴിക്കാൻ. ഹൽവയിലേക്ക് അരച്ച് വെച്ച് ചൈന ഗ്രാസ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു നല്ല ടെക്സ്ചർ ഇട്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ടെക്സ്ചറും കിട്ടും. ഇനി ഇത് വീണ്ടും നമ്മൾ അതേപോലെ ഇളക്കുക. ഒപ്പം തന്നെ ഒരു സ്പൂൺ കൂടി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ചെറു തീയിലിട്ട് വേണം ഇതൊന്ന് നന്നായി വരട്ടിയെടുക്കാൻ. ബാക്കി നെയ്യും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി വീണ്ടും ചെറു തീയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇതാണ്ട് ഇളക്കുമ്പോൾ നന്നായി പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ബദാം ഇട്ട് കൊടുക്കുക. ഏലക്ക ഒന്നും ഇടണ്ട കേട്ടോ. ഈ മാങ്ങയുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതൊന്നും ചേർക്കണ്ട. ഇത് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾക്കിത് നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഹൽവ നെയ്യ് പുരട്ടിയ പ്ലേറ്റിലേക്ക് മാംഗോ ഹൽവ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നന്നായി ആറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാംഗോ ഹൽവ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.